Hello everyone, welcome back to another video. CMA USA 2025 ഫെബ്രുവരി വിൻഡോയിലെ റിസൾട്ട് പ്രഖ്യാപിച്ചു ആൻഡ് കമ്പയർഡ് ടു ജാനുവരി റിസൾട്ട് ഫെബ്രുവരി റിസൾട്ട് വളരെയധികം ബെറ്റർ ആണ്. ഒരുപാട് കുട്ടികൾ പാസ്സായിട്ടുണ്ട്. ഞാൻ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്ന് രണ്ട് കുട്ടികളുടെയൊക്കെ നമ്മുടെ ക്രാഷ് ബാച്ച് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ കമൻസും റിപ്ലൈസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ടു സീ ദ മെസ്സേജസ്. കഴിഞ്ഞ തവണ കുറേ കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് 10 മാർക്സ് 20 മാർക്സിൻ്റെയൊക്കെ ഒരു ഡിഫറൻസിലാണ് ഫെയിൽ ആയിട്ടുള്ളത്. ഇത്തവണ മെജോറിറ്റി കുട്ടികളും പാസ്സായിട്ടുണ്ട്. എന്നാലും ഫെയിൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വിൻഡോ ഓപ്പൺ ആവാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് 330, 320, 340 ആ റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടിയ കുറേ കുട്ടികളുണ്ട്. സോ എന്തായാലും പാസ്സായ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അഭിനന്ദനങ്ങൾ. തുടർച്ചയായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം ഇപ്രാവശ്യം വിൻ ചെയ്ത പാസ്സായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് അവരുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ആൻഡ് നെക്സസിൻ്റെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല അവർ പാസ്സായത്. തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും അവർ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള പഠിക്കാനുള്ള ശ്രമവും തൊട്ട് മുന്നേ സംഭവിച്ച വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയെടുത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ഒരു സാധനങ്ങളും അവരുടെ ഭാഗത്തുനിന്നൂടെ ഇൻപുട്ടായിട്ട് വന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പാസ്സായിട്ടുള്ളത്. ഒരു പാർട്ട് പാസ്സായിട്ട് അടുത്ത പാർട്ട് ഉടനെ തന്നെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് വിൻഡോയിൽ തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് ഡിലേ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾക്ക് മറക്കാനും നമ്മുടെ ടച്ച് വിട്ടു പോകാനുള്ള എല്ലാ പ്രോബബിലിറ്റി ഉണ്ട്. സോ പല ആൾക്കാരും ഞാൻ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ചില ആൾക്കാർ കൂടുതൽ ടൈം എടുത്ത് പഠിച്ചെഴുതുന്നവരായിരിക്കും. ബട്ട് സമയം കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പഠനത്തിൻ്റെ മികവ് കൂടണമെന്നില്ല. എപ്പോഴും ഒരു കൺജസ്റ്റഡ് ടൈം ഫ്രെയിം ആണെങ്കിലാണ് നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ഒരു എമർജൻസി ഒക്കെ കാണിച്ച് അർജൻറ്റായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ജാനുവരി ഫെബ്രുവരി വിൻഡോയിൽ എക്സാം എഴുതി പാസ്സായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജൂണിൽ തന്നെ അടുത്ത പാർട്ട് എഴുതി പാസ്സാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ചില ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇതിൻ്റെ റിസൾട്ട് വന്ന് നോക്കിയിട്ട് ഇനി അടുത്തതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ബട്ട് അങ്ങനെ ഇരുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ 2 മാസമേ ഉള്ളൂ. 2 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിരിക്കണം. നമ്മൾ ആ എഴുതാൻ പോകുന്ന ടോപ്പിക്സിനകത്ത് ഇപ്പം പാർട്ട് 1 ആണെങ്കിൽ കോസ്റ്റിങ്, വേരിയൻസ്, അതിനകത്തൊക്കെ ഒരു ബേസ് ഉള്ള ആളാണെങ്കിൽ 2 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് പോസിബിളാണ്. പക്ഷേ ഒന്നും അറിയാത്ത ഒന്നേന്ന് പഠിക്കേണ്ട ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആയിരിക്കും നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള വിൻഡോ. ഒരുപാട് ഡിലേ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് IMA ഇടയ്ക്ക് ചിലപ്പോൾ ഫീസൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഓരോ വർഷം കഴിയുന്നതോറും ചിലപ്പോൾ ഫീസിൽ അപ്ഡേഷൻസ് വരാം. അപ്പോൾ ഓൾറെഡി ഹയർ ഫീസാണ്, ഇനി അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൾസോ സംടൈംസ് ദേ പ്രൊവൈഡ് ഡിസ്കൗണ്ട്സ് ഓൾസോ. സോ നിങ്ങൾ യാതൊരു ഡിസ്കൗണ്ട് ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ IMA ഡയറക്റ്റ്ലി ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വിൻഡോയിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് IMAയുടെ മെമ്പർഷിപ്പ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് 50% കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വിൻഡോയിൽ എക്സാമിനും ഡിസ്കൗണ്ട് കിട്ടിയേക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും. ബട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരുപാട് ഡിലേ ആക്കുന്നത് എന്തായാലും നല്ലതല്ല. മാക്സിമം നിയറസ്റ്റ് വിൻഡോയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. സോ പാസ്സായ ആൾക്കാർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇത്തവണ പാസ്സായ പല കുട്ടികളും ഒരുപാട് തവണ ഫെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പാസ്സായിട്ടുള്ള കുട്ടികളുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അത് നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് തന്നെ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് റീ അറ്റംപ്റ്റ് നടത്തുക. അടുത്ത തവണ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു റിസൾട്ടിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ വന്നത്. നെക്സസ് സ്കോളർഷിപ്പിൻ്റെ കാര്യം മറക്കണ്ട. രജിസ്റ്റർ ചെയ്യാത്തവർ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് CMA USA പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ സ്കോളർഷിപ്പിൻ്റെ കാര്യം ഒന്ന് അറിയിച്ചേക്കുക. സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് സീ ഇൻ അനദർ വീഡിയോ. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. CMA വിൻസൻ സൈനിങ് ഓഫ്.